അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം CH മുസ്തഫയുടെ ഒരു ക്ലിപ്പ് കാണുകയുണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്. അത് കേട്ടു നോക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തിനെ ചീത്ത പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉന്നം വെക്കുന്നത്. CH മുസ്തഫ പറയുന്നത്, നിങ്ങളെല്ലാവരും വഴികേടിലാണ്, അതായത് മുസ്ലിമീങ്ങളൊക്കെ വഴിപിഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നേർമാർഗത്തിൽ എത്തിച്ചേരാൻ എന്താണ് വഴി? മുആവിയയിൽ നിന്ന് മുഖം തിരിക്കണം, എങ്കിലേ നിങ്ങൾ വെളിച്ചം കാണൂ എന്നൊക്കെയാണ് CH മുസ്തഫ തട്ടിവിടുന്നത്. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നമുക്ക് ആദ്യം മുസ്തഫയെ ഒന്ന് കേൾക്കാം. ആധികാരികമെന്ന് കരുതി അറബിയിൽ നിന്ന് അറബിയിൽ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്നതെല്ലാം ആധികാരികമെന്ന് കരുതി വായിച്ച് വലിയ വായിൽ പ്രസംഗിക്കുന്നവർ ഓർക്കണം, നിങ്ങൾ നിലകൊള്ളുന്നത് മുആവിയൻ മതത്തിലാണ്, മുഹമ്മദി മതത്തിലല്ല. നിങ്ങൾ നിലകൊള്ളുന്നത് ഇലാഹി മതത്തിലല്ല, പിന്നെയോ അത് ശൈത്താനിയത്തിന്റെ ഇബ്ലീസിയത്തിന്റെ മതത്തിലാണ്. നിങ്ങൾ നിലകൊള്ളുന്നത് ഒരിക്കലും വിശുദ്ധ ഖുർആനിന്റെ പാതയിലല്ല, പിന്നെയോ കാണുന്ന പൊട്ട കിതാബുകളുടെ പാതയിലാണ്. ഖുർആനിലേക്ക് മടങ്ങണം, പ്രവാചകനിലേക്ക് മടങ്ങണം, തസവുഫിലേക്ക് മടങ്ങണം, ഇലാഹിലേക്ക് മടങ്ങണം, മുആവിയയിൽ നിന്ന് മുഖം തിരിക്കണം. അപ്പോഴേ വെളിച്ചം കാണുള്ളൂ, അപ്പോഴേ മുഹമ്മദിന്റെ നൂറാനിയത്ത് പ്രകാശിതമാവുകയുള്ളൂ, അപ്പോഴേ പ്രവാചകന്റെ ആ പ്രകാശം ഉള്ളിലേക്ക് കടക്കുള്ളൂ. മുആവിയയും മുഹമ്മദും ഒരു മനസ്സിൽ ഒന്നിക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് മുഹമ്മദിനെ സ്നേഹിക്കാം, അല്ലെങ്കിൽ മുആവിയയെ സ്നേഹിക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ ആരാണ്, ഇയാൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ച് പലരും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യം പറയട്ടെ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഇയാൾ പ്രചരിപ്പിക്കുന്ന ദീന് വേറെയാണ്, ഇസ്ലാം ദീനല്ല പ്രചരിപ്പിക്കുന്നത്, ഇയാളുടെ മതം തന്നെ വേറെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ തള്ളിപ്പറയുകയും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മാറ്റിമറിച്ച് തൻ്റേതായ ഒരു പുതിയ മതം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉമ്മത്തിന് ദീനെത്തിച്ചു തന്ന സ്വഹാബത്തിനെ തള്ളിപ്പറയുകയും അവരിൽ സംശയമുണ്ടാക്കുകയും ചെയ്യുന്ന വാചകങ്ങൾ പറയുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അത് പറഞ്ഞെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അതവർ പറഞ്ഞെങ്കിലേ അവർക്ക് അവരുടേതായ പുതിയ മതം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുകയുള്ളൂ, അതിന് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ വേദവും സത്യവും നിത്യപ്രസക്തവുമാണ്, ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല, എല്ലാം ദൈവിക വചനങ്ങൾ തന്നെയാണ്. ഇത് അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആൻ അംഗീകരിക്കുന്ന കാര്യമാണോ? സാധാരണ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു അടിസ്ഥാനപരമായ അറിവുള്ള ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് ഇത് ഒരു കുഫ്റൻ വാദമാണ് എന്ന കാര്യം. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. എന്താ പറഞ്ഞത്? എല്ലാ വേദവും സത്യവും നിത്യപ്രസക്തവുമാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതേപോലെയുള്ള കുഫ്റൻ വാദമാണ് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് അഹ്ലുസുന്നത്തിൻ്റെത് വ്യക്തമാണ്, കൃത്യമാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ടും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും ആ മഹാനായ സ്വഹാബിയുടെ ശ്രേഷ്ഠത വ്യക്തമായ കാര്യമാണ്. എന്നാൽ സ്വഹാബിമാർക്കിടയിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസവും, അതല്ലെങ്കിൽ അവർ ഇജ്തിഹാദ് ചെയ്ത വിഷയങ്ങളിൽ അവർക്ക് അബദ്ധം പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അഹ്ലുസുന്ന ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു സ്വഹാബിയെ ചീത്ത പറയാനോ ഇകഴ്ത്താനോ അദ്ദേഹത്തെ മോശക്കാരനായി അവതരിപ്പിക്കാനോ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ല. അത് അഹ്ലുസുന്നത്തിൻ്റെ കൃത്യവും വ്യക്തവുമായ നിലപാടാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഇയാൾ പറഞ്ഞതുപോലെയാണോ? അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇയാളുടെ ഈ സംസാരം കേട്ടിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ആരായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനാകുന്ന വഹി എഴുതി കൊടുത്തിരുന്ന അമീനായ വിശ്വസ്തനായ ആളായിരുന്നു ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. ശരിക്കും മനസ്സിലാക്കണം. നബിക്ക് വഹി എഴുതി കൊടുത്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ ഒരാളായിരുന്നു, കാത്തിബായിരുന്നു. ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വഹി എഴുതുന്നതിനെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ സംബന്ധിച്ചോ
തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല, സംശയമുണ്ടായിട്ടില്ല, ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ ഇകഴ്ത്തി പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു വാചകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കണം, നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ വഹി എഴുത്തുകാരനായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവെ ഈ നിലക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ഗൂഢമായി അള്ളാഹുവിൻ്റെ ദീന് തകർക്കാനുള്ള പദ്ധതിയാണ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ നേതാവാക്കിയതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ജിഹാദ് ചെയ്ത സ്വഹാബിയാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി? മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, അല്ലാഹുവേ അദ്ദേഹത്തെ സന്മാർഗത്തിലാക്കുകയും സന്മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരാളാക്കി അദ്ദേഹത്തെ നിശ്ചയിക്കുകയും ചെയ്യണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞിട്ടില്ല. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അള്ളാഹുവേ അദ്ദേഹത്തിന് നീ നിന്റെ വേദഗ്രന്ഥമായ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കണമേ. വൽ ഹിസാബ്, കണക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. അതേപോലെ ഇമാം തിർമിദി 3842 നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെയാണ് ഞാൻ വായിച്ചത്. മാത്രമല്ല അവിടുത്തെ പ്രവചനത്തിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പറഞ്ഞു, അവ്വലു ജയ്ഷിൻ മിൻ ഉമ്മത്തി യഗ്സൂനൽ ബഹ്റ ഖദ് ഔജബു, എൻ്റെ സമുദായത്തിൽ ആദ്യമായി കടൽ യാത്ര ചെയ്ത് യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാണ്. ഇതെപ്പോഴാണ് നടന്നത്? ചരിത്രം പരിശോധിക്കേ. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ആ നാവികപ്പടയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലക്കൊക്കെ പ്രശംസ പറഞ്ഞിട്ടുണ്ട്. ഇനി വിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ ഒന്നിലധികം വചനങ്ങളിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പം ഇത്രയും ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ ലഭിച്ച ഒരു സഹാബിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഭരണം നടത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സഹാബിയെക്കുറിച്ച് നോക്കൂ നിങ്ങൾ പറയുന്നത്. മുആവിയയിൽ നിന്ന് മുഖം തിരിക്കണം എങ്കിലേ യഥാർത്ഥ പ്രകാശം ലഭിക്കൂ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഈ യഥാർത്ഥ ദീനിനെ പൊളിക്കാനുള്ള ഗൂഢമായ പണിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം നമ്മൾ. ദീനിനെ പൊളിക്കാനുള്ള പണി എന്താണെന്നറിയോ? സ്വഹാബത്തിനെ ചീത്ത പറയുക, സ്വഹാബത്തിൻ്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്തുക, അവരെ അധിക്ഷേപിക്കുക. അവരെ അധിക്ഷേപിച്ച് അവരിൽ സംശയമുണ്ടാക്കിയാൽ അവരുദ്ധരിച്ച ഹദീസുകളെ സംബന്ധിച്ചും അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ 2ാം പ്രമാണങ്ങളെ സംബന്ധിച്ചും നമുക്ക് സംശയമുണ്ടാവും. അതൊരു വേള ഖുർആനിനെ തന്നെ സംശയിക്കാനും കാരണമായി തീരും. കാരണം നബിയിൽ നിന്ന് ദീനെത്തിച്ചു തന്നവരാണല്ലോ സ്വഹാബിമാർ. അപ്പോൾ സ്വഹാബത്തിന് ചീത്ത പറയലാണ്, സ്വഹാബത്തിൻ്റെ വിശ്വാസതയെ പൊളിക്കലാണ് ദീൻ പൊളിക്കാനുള്ള ഏറ്റവും സൂത്രപ്പണി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പണിയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വേറെ ഒരു മതം പ്രചരിപ്പിക്കാൻ, അള്ളാഹിൻ്റെ ദീനിനെ പൊളിക്കാനുള്ള ഗൂഢമായ പണിയാണ്. അതുകൊണ്ട് ഇയാളെ ക്ലിപ്പ് കേട്ടിട്ട് ആരും വസ്വാസിലായി പേടിക്കണ്ട, ആകെ കൺഫ്യൂഷൻ ആകേണ്ടതില്ല. ഇത് ഒറ്റ വാക്കിൽ തള്ളിക്കളയേണ്ട സംഗതിയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ദീനിനെ പൊളിക്കാനുള്ള ഗൂഢമായ പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റൂട്ട് ഏത് കൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. അതുകൊണ്ട് ഇത്തരം ഫിത്നകളിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.